ഹലോ ചങ്ങാതീസ്, വെൽക്കം ടു ദീപാസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കാച്ചി ഐറ്റമാണ്. അതായത് എൻ്റെ സ്വന്തം ഇടുക്കിയുടെ തനതായ ചക്കപ്പുഴുക്ക്. അപ്പം നമ്മൾ തേൻ വരിക്ക പ്ലാവിൽ ചക്കക്കൂട്ടിനല്ലേ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തേൻ വരിക്ക പ്ലാവിനെ ഒന്ന് കാണാം, അല്ലെങ്കിൽ അവൾക്ക് സങ്കടമായാലോ. അങ്ങനെ നമ്മുടെ പ്ലാവ് കുട്ടിയുടെ അടുത്ത് വന്നു. പ്ലാവ് കുട്ടി ഇങ്ങനെ വരിക്ക ചക്കയുമായി നമുക്ക് തരാൻ വേണ്ടി നിൽക്കുന്നു. ചക്ക മുറിച്ചെടുത്ത് കേട്ടോ. പകുതി മുറിയാണ് നമ്മൾ ചക്കപ്പുഴുക്കുണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അരമുറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പഴുപ്പിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ ഒരു മുറത്തിലേക്ക് ഇട്ടാലോ. ചക്കയുടെ മുളഞ്ഞേനൊക്കെ പിടിക്കുന്ന കാരണം ഞാനൊരു പഴയ മുറമാണ് എടുത്തേക്കുന്നത്. മുറത്തിന് വൃത്തിയില്ലെന്നൊന്നും ആരും വിചാരിച്ചേക്കരുത്. മുറം നല്ല വൃത്തിയുള്ളത് തന്നെയാണ്. ഈ മുളഞ്ഞേനിങ്ങനെ പിടിച്ചിട്ട് ഒരു ബ്ലാക്ക് കളർ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. വൃത്തിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്, നല്ലവണ്ണം വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മായ ഇവിടെ ഉണ്ട് കേട്ടോ. കക്ഷിയാണ് ഈ ചക്ക ഇങ്ങനെ ഇത്രയും വൃത്തിയാക്കി റെഡിയാക്കി ഇവിടെ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇത്രയും ചക്കയൊക്കെ അരിഞ്ഞ് നമ്മുടെ കൈ കൊണ്ട് അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഞാൻ ഈ ചോപ്പറിലിട്ട് ഈ ചക്ക ചെറുതാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ചോപ്പറിലിട്ട് പണി തുടങ്ങി. ജോലി ചെയ്യുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. വീഡിയോ ചില ഭാഗങ്ങൾ കിട്ടത്തില്ല, ചില ഭാഗങ്ങൾ അപൂർണമായിരിക്കും. ഇത് പുതിയ വീഡിയോ അല്ല, കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ്. എൻ്റെ ഫോണിൽ കിടന്നതാണ്. ഞാനതിപ്പം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളങ്ങനെ കുറച്ച് ചോപ്പറിലിടുന്നു, റെഡിയാക്കുന്നു, എടുക്കുന്നു, കുറച്ചും കൂടെ ഇടുന്നു, എടുക്കുന്നു, റെഡിയാക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വീഡിയോ അത്ര ക്ലിയറും അല്ല, അതുപോലെ തന്നെ അത്ര രസവുമില്ല, കാണാൻ ഇൻട്രസ്റ്റും തോന്നില്ല. പക്ഷേ ഈ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വീഡിയോയിൽ എടുത്തിരിക്കുന്നതും അതുപോലെയുള്ള വെളിച്ചക്കുറവും അങ്ങനെയുള്ള എല്ലാ തെറ്റുകളും അങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്കണം കേട്ടോ നിങ്ങൾ. കുറേ ചക്കയുണ്ട്, അതുകൊണ്ട് കുറച്ച് എടുക്കുന്നു, റെഡിയാക്കുന്നു. അങ്ങനെ കുറച്ച് പാടാണ്, നല്ല പണിയുണ്ട്. എങ്കിലും കൈകൊണ്ട് അരിഞ്ഞ് കൈ മുറിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്ക നല്ല സ്വർണ്ണ കളറിൽ ചെറിയ കഷ്ണങ്ങളായിരിക്കുന്നുണ്ട്. ഇനി ഞാൻ വെളുത്തുള്ളി, ഉള്ളി, ജീരകം, പച്ചമുളക് എല്ലാം കൂടെ കൂടിയിട്ട് ആ ചോപ്പർ തന്നെ ഇട്ടങ്ങ് അരയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. ചക്കയ്ക്ക് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ തോരനൊക്കെ അരയ്ക്കുന്ന പോലെ അത്ര അങ്ങ് റെഡിയായാൽ മതി, അല്ലാതെ ശരിക്കും ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്സി യൂസ് ചെയ്യാത്തത്. ചോപ്പറിലാണെങ്കിൽ ചെറുതായിട്ട് കിട്ടും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അവിയലിൻ്റെ ഒക്കെ പാകത്തിനാണ്. അവിയലിൻ്റെ അത്രയും വേണ്ട, തോരൻ്റെ പാകത്തിനുമല്ല, അവിയലിൻ്റെ പാകത്തിനുമല്ല. ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ചക്കപ്പുഴുക്കിനുള്ള തേങ്ങയും മുളകും ഉള്ളിയും ഒക്കെ. ഞാൻ കുറച്ച് കുരുമുളകും കൂടെ ഉപയോഗിക്കാറുണ്ട്, എനിക്ക് അതിന് ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അതൊക്കെ ഓപ്ഷനിലാണ്. ചില ആളുകൾക്ക് പച്ചമുളകല്ല കാന്താരി മുളകാണ് ഇഷ്ടം. എനിക്കും കാന്താരി മുളകായിരുന്നു ഇഷ്ടം, പക്ഷേ എനിക്ക് കാന്താരി മുളക് അപ്പം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് അരച്ചത്. അപ്പോൾ ഈ അരപ്പെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചക്കയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഇത് ചെറു തീയിൽ അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ഇടാൻ മറക്കരുത്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടാൻ വേണ്ടി മറക്കരുത്. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. ഓക്കെ. ഞാൻ ചിലപ്പോഴൊക്കെ ഇത് വേകുന്നതിന് മുമ്പായി തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കാറുണ്ട്. അപ്പോൾ ഈ വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ്. ചിലർ വെന്ത ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ, ചിലർ കടുക് വറുത്തിടാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അത് ഞാൻ ഇതെല്ലാം മാറി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ കട്ടയായിരുന്നു, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒരു സ്പൂൺ കൊണ്ട് കോരി ഇടുകയാണ് ചെയ്തത്. അത് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. ഞാൻ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞു ഇപ്പം ആരുടെയൊക്കെ വായിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, ഇതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക്. ഞാനിതിൻ്റെ കൂടെ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ചക്കയ്ക്ക് ഏറ്റവും കോമ്പിനേഷൻ ചിക്കൻ കറി തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി, നല്ല മണവും പരത്തിക്കൊണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് കോരി ഒഴിച്ചു. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. വെന്ത ശേഷം വേകുന്നതിന് മുമ്പ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പം അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സുഖം എന്നറിയാമോ. കൊതി മൂത്തിട്ടേ കുറച്ചെടുത്ത് രുചിച്ച് നോക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്.
എൻ്റെ ഉരുളൻകൈ പൊള്ളിയായിരുന്നു കണ്ടോ. ഞാൻ എൻ്റെ ഉരുളൻകൈയിൽ അത് ഇട്ടപ്പോൾ തന്നെ എൻ്റെ കൈ പൊള്ളി, ഞാനത് താഴത്തേക്ക് കളയുകയും ചെയ്തു. എന്തായാലും ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചിക്കനും ഉണ്ടാക്കി, ചക്കപ്പുഴുക്കും കൂടെ കണ്ടോ. ഇത് എങ്ങനെയുണ്ട്? ഈ ചിക്കനും ചക്കപ്പുഴുക്കും കൂടെ ഞാനും മായയും കൂടെ കഴിക്കുകയാണ്. അപ്പം നമ്മുടെ ഇടുക്കിയുടെ തനതായ ചക്കപ്പുഴുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ.